യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശൊഴിവാക്കാനുള്ള കുറുക്കുവഴി തേടലല്ല, കുരിശിനെ കൃപയോടെ സ്വീകരിക്കാൻ അനുഗ്രഹം തേടലാണ് നോമ്പ് കാലത്ത് ത്യാഗസ്വരഭീരമായ ജീവിതത്തിൻ്റെ വഴിയിലൂടെ നടന്നിട്ട് കുരിശുകൾ ഒഴിവാക്കാനല്ല തമ്പുരാനോട് നാം പ്രാർത്ഥിക്കേണ്ടത്. അതിനുള്ള എളുപ്പമാർഗം തേടി അലയുകയല്ല നാം ചെയ്യേണ്ടത്. മറിച്ച് കുരിശിനെ കൃപയോടൊന്ന് പുൽകാൻ, ക്രിസ്തു പുൽകിയതുപോലെ, ക്രിസ്തു സ്നേഹിച്ചതുപോലെ. മരം ഒരു സങ്കടം പറഞ്ഞത് ഓർമ്മയിലുണ്ട്. കുറേ ദുഃഖവെള്ളിയാഴ്ചയോട് ബന്ധപ്പെട്ട് കുരിശുകളുണ്ടാക്കാൻ മരം മുറിച്ച് കുരിശാക്കി രൂപാന്തരപ്പെടുത്തി. മരത്തിൻ്റെ സങ്കടം ഇങ്ങനെയായിരുന്നു: ഇത്രമാത്രം കുരിശുകൾ ഉണ്ടാക്കിയിട്ടും എന്തേ നിങ്ങളാരും ക്രിസ്തുവാകാത്തത്? നമുക്ക് ഓരോരുത്തർക്കും നോമ്പുകാലത്തുള്ള വിളിയെന്ന് പറയുന്നത് ഈ കുറുക്കുവഴികളിലൂടെ ജീവിതത്തിൻ്റെ താൽക്കാലിക സുഖ ഇടങ്ങളോട് നോ പറയാൻ, വിശാലമായിട്ടുള്ള വഴികളിലൂടെ നടന്ന് ജീവിതത്തിൻ്റെ സുഖം തേടി അലയാൻ ഇടയാകാതെ കുരിശിൻ്റെ വഴികളെ ധ്യാനിക്കാനും അത് ജീവിതത്തിൽ കൃത്യതയോടെ പകർത്തുന്നുവെന്ന് സർവാത്മന ഉറപ്പാക്കാനും നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ഈശോയെ, കുരിശുകൾ ഒഴിവാക്കുന്ന കുറുക്കുവഴി തേടാതെ കുരിശിനെ പ്രണയിക്കുന്ന ക്രിസ്തു വഴി തേടാൻ ഞങ്ങളെ സഹായിക്കണേ.